ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ 2 മാസം മുന്നേ 2 ക്രേ ഫിഷുകളെ മേടിച്ചിരുന്നു. നമ്മൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കിടക്കുന്നതായിട്ടുള്ള 2 പേരെ നമ്മൾ മേടിച്ചിരുന്നു. ഇവനാണ് അതിന്റെ മെയില്. കടിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫീമെയിൽ മേടിച്ചതിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫീമെയിൽ ഫുൾ എഗ് ലോഡായിട്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഫുൾ എഗ് ലോഡായിട്ട് നിന്ന് അപ്പോഴത്തേക്ക് നമ്മൾ മെയിലിനെ പിടിച്ച് മാറ്റി ഇതുപോലെ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ നമ്മുടെ ബ്രീഡിങ്ങും കാര്യങ്ങളും ചെയ്തത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന പോലെ നമ്മുടെ ക്രേ ഫിഷ് മൊത്തം ക്രൗഡായിട്ട് നിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന അവന്മാരുടെ ഫ്രിഡ്ജ് ബോക്സ് നമ്മളിന്ന് വൃത്തിയാക്കാനായിട്ട് പോവാണ്. ആദ്യമായിട്ട് ഏത് ക്രേ ഫിഷിന്റെ ബ്രീഡിംഗ് ആണ്, അതുകൊണ്ട് എത്രമാത്രം കുഞ്ഞുങ്ങളെ കിട്ടുന്നൊന്നും അറിയത്തില്ല. അല്ല, നമ്മൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഉള്ള എല്ലാ ടബിലും ഓരോരോ ഗപ്പികളെ വെച്ച് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മാത്രമാണ് നമ്മുടെ ക്രേ ഫിഷ് മാത്രമായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവന്മാരുടെ ടാങ്ക് വൃത്തിയാക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ടബ് എടുത്തിട്ട് നമ്മുടെ മീനുകളെ പിടിച്ച് ഇതിനകത്ത് ഇടാൻ പോവാണ്. ഇതിനകത്തിലെ പായലൊന്ന് എടുത്തു നോക്കാം. അപ്പം അറിയാം, നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ നല്ല ഇറങ്ങി പോകുന്നുണ്ടോ. ചിലപ്പോൾ ഇതിനകത്തൊക്കെ കയറി ഇരിക്കുമാര്, പറയാൻ പറ്റത്തില്ല. നമുക്ക് പായലൊന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോക്ക് എത്താൻ പോലെ അടിത്തട്ടിലെ അമ്മരെല്ലാം നിൽക്കുന്നുണ്ടോ. ഈ വെള്ളം നല്ലപോലെ അഴുക്കായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ബ്രീഡിങ്ങിനിട്ട ടൈമിലിട്ട വെള്ളമാണ്, പിന്നെ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ടാങ്ക് വൃത്തിയാക്കാൻ കൂടെ പോവാണ്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം കൗണ്ട് കിട്ടിയെന്ന്. നമ്മുടെ ഡ്രാഗൺ ഗപ്പിയുടെ ഒരു പെയർ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിൻ്റെ മെയിലാണ് നിങ്ങളിപ്പോൾ ഈ കൈ കാണുന്നത്. ഇത് വേറെ ടാങ്കിലോട്ട് മാറ്റാം. അതിൻ്റെ ഫീമെയിൽ സൈസായിട്ടുണ്ട് ഇതിനകത്ത് കിടന്നിട്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ടാങ്കിലോട്ട് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ അഴുക്കാണ്. അടിവശം മൊത്തം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഈ വാഴയുടെ ഇലയാണ് ഇവന്മാർ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഇട്ടിരുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ. അതെല്ലാം അഴുകിയിട്ടുണ്ട്, അതിൻ്റെയാണ് ഇത്ര അഴുക്ക് കാണുന്നത്. എന്നാലും വെള്ളം കോരി കളയാം. ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കോരി നോക്കാം. ആദ്യത്തെ കോരിന് തന്നെ നമുക്ക് കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ വളർന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു 20 ദിവസമായിട്ടുള്ളൂ. ഇപ്പം 20 ദിവസത്തെ വളർച്ചയാണ് നിങ്ങളത് ഈ കാണുന്നത്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ കോരിക്കളഞ്ഞത് നമ്മുടെ ഇപ്പോൾ ടാങ്കിൽ ഇപ്പോഴും കാണാം. നമ്മുടെ കുറച്ച് ക്രേ ഫിഷുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കുറച്ച് പേരെ നമ്മുടെ ടബിലേക്ക് നമ്മുടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ബക്കറ്റിനകത്ത് നമ്മുടെ അവസാനം കോരിയ വെള്ളമാണ് നമ്മൾ ഈ ബക്കറ്റിനകത്തുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചു നോക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ക്രേ ഫിഷിനെ കിട്ടുമെന്ന് നോക്കാം. അരിപ്പയിലോട്ട് ഒഴിക്കുകയാണ്. ആദ്യമായിട്ടൊന്നും കാണുന്നില്ല, താഴോട്ട് ചെല്ലുമ്പോൾ അറിയാം ഇവന്മാർ എത്ര പേരുണ്ടെന്നൊക്കെ. വെറും പായലും അഴുക്കൊക്കെയാണ് ചെല്ലുന്നത്. ഒരുത്തം പോകുന്നു, ഒരെണ്ണം, 2, 3, 4, 5, 6. ഇത് മൊത്തം അമ്മമാരാണ് കേട്ടോ. ചാകര പോലെയൊക്കെയാണ്. അവസാനത്തെ കോരിന് നമുക്ക് കിട്ടിയത് ഈ ബക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് മൊത്തം അമ്മമാരാണ്. നമ്മുടെ അരിപ്പ ഇപ്പോൾ എടുത്ത് നോക്കിയാലും കാണാം. ഇത് ഇറക്കി വിട്ടല്ല, കല്ലേക്ക് അവസാനം പണിയാവും. മാർക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെള്ളമൊക്കെ ഉള്ളതിലും മാര് സർവൈവ് ചെയ്തില്ല. ഒരു ദിവസമൊക്കെ വെളിയിൽ നിന്നാലും അത്യാവശ്യം നല്ലവണ്ണം സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പം നിങ്ങൾ ഇത്ര ഇതായിട്ട് കാണിക്കുന്നത്. കുറച്ച് നേരം നമ്മുടെ മറ്റിനകത്ത് കോരിയിട്ടുണ്ട്. നമ്മുടെ മറ്റേമാര് കിടക്കുന്ന ടാങ്കിലോട്ട് വിട്ട് നോക്കാം. ഇറങ്ങിപ്പോകാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവരും ഇവിടെ മത്തി വറക്കം ഇട്ടേക്ക് കണക്കിന് കിടക്കുന്ന ഇവിടെ. ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല, ഇറക്കി വിടാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മൊത്തം പേരെ കോരിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് അവരെല്ലാം അവിടെ കയറി ഇരിക്കുന്നുണ്ട്. അവിടെ മണ്ണാണ്, അതുകൊണ്ട് അവന്മാർക്ക് അടിയിൽ കയറി ഇരിക്കുക. സുഹൃത്ത് ഇത് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ വെള്ളം കോരിയിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതുപോലെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അതിഞ്ഞ് മീനുണ്ടോയെന്ന് ഞാൻ നോക്കണം. ഇത് അവസാനത്തെ കോരൻ്റെ എത്തിയന്മാരാണ്. വരവിടെ നമുക്ക് ഇറക്കി വിടാം. ഇറങ്ങിപ്പോകാൻ മടിയാണ്. എല്ലാവരും എന്തായാലും ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്. ഈ വെള്ളം ഞാനൊന്ന് വൃത്തിയാക്കി നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ നമ്മൾ വൃത്തിയാക്കിയത് ഇതുപോലൊരു അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി അവിടെ ഒരു മണ്ണിടണം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ട് പോയാണ്. നമ്മൾ പൈപ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യം വെച്ച് ചൂടുവെള്ളമായിരുന്നു, അത് നമ്മൾ ബക്കറ്റിലോട്ട് അതങ്ങ് പോട്ടെന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് വിടാനായിട്ട് പോകണേ. നമ്മൾ ഒഴിക്കാൻ വിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും വെള്ളം അവിടെ നിറയട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. എത്രമാത്രം നമുക്ക് ക്രേ ഫിഷുകൾ ആദ്യത്തെ ബ്രീഡിങ്ങിന് കിട്ടിയെന്നുള്ള കൗണ്ടും കാര്യങ്ങളും നമുക്കിന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ടബ് നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രേ ഫിഷുകളെ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഒരു ബക്കറ്റിനകത്തോട്ട് മാറ്റി ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിങ്ങിന് എത്രമാത്രം മീനുകളെ കിട്ടിയെന്ന് നമുക്ക് ഇപ്പോൾ ഇരുന്ന് എണ്ണി നോക്കാം. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് നിറയുമായിരിക്കും. എന്തായാലും നമ്മൾ എണ്ണി തുടങ്ങാനായിട്ട് പോവാണ്. ഇത് നമ്മുടെ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലെടുത്ത് വന്ന് കേട്ടിട്ടുണ്ട്. 1, 2, 3, 13, 17, 31, 32, 33, 53, 85, 46, 146 ക്രേ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ടബിൽ കിടക്കുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ ആദ്യത്തെ ബ്രീഡിങ്ങിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 146. അത് കൂടുതലുണ്ട്, കാരണം ഞാൻ ആ ഒരു ടാങ്കിലായിട്ട് ഒരുത്തനെ മാറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ 2 പേര് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു
രണ്ടുപേരെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നതോടെ തന്നെ നമുക്ക് ഏകദേശം 150 മേളിൽ തന്നെ കൗണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ കിട്ടി. ഫ്രിഡ്ജ് ബോക്സ് വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായൽ തിരിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിടണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മണ്ണ് നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്തേക്കാം. ഈ മണ്ണ് അവന്മാർക്ക് എന്തായാലും വേണം കേട്ടോ. നമ്മുടെ ബ്രീഡിങ്ങിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും അവന്മാർക്ക് മണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡ് മാത്രമേ മണ്ണ് ഇടാറുള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന തീറ്റയാണ് ഈ കാണുന്ന ഫോക്സ് ടെയിൽ. ഇത് ഈ ഒരു പരുവല്ലായിരുന്നു. ആദ്യത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ പായൽ ഈ ഒരു ടാങ്ക് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടപ്പോൾ ഉള്ള അവസ്ഥ എന്ന്. പക്ഷെ ഇപ്പോഴാണ് പായലെല്ലാം തിന്ന് പായലിനെ ഈ ഇതുപോലൊരു ശോഷിച്ച അവസ്ഥയിലാക്കി എടുത്തേക്കാണ് ഇവന്മാർ. ഭയങ്കര തീറ്റയാണ്. പായൽ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലാണ് അള്ളിപ്പിടിച്ചിരിക്കുന്നതും. നിങ്ങൾ നേരത്തെ വീഡിയോ എൻ്റെ യൂട്യൂബിലുള്ള ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിലാണ് മൊത്തം ആൾക്കാർ കയറി ഇരിക്കണത്. നമുക്കെന്തായാലും പായൽ അതുപോലെ തിരിച്ചും ഇട്ട് കൊടുത്തേക്കാം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, ഹൈഡിങ് സ്പേസ് കൂടിയാണ്. അതെ, ഈ ഒരു ചെടി അതുപോലെ അങ്ങ് ഇറക്കി വെച്ചേക്കാം. ഇതിൽ അവന്മാർ കാര്യമായിട്ട് അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ഇതേ വന്ന് ഇരിക്കുന്ന ഞാൻ കാണാറുണ്ട്, പക്ഷെ എന്നാലും ഇതിലൊന്നും ചെയ്തിട്ടില്ല. അടുത്തവണ ഈ വരി എന്തായാലും അത് അങ്ങ് ഇറക്കി വെച്ചേക്കാം. അങ്ങനെ നമ്മൾ പായലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ. നമ്മൾ വെള്ളം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്താണ് നമ്മുടെ ക്രേഫിഷിൻ്റെ 146 കുഞ്ഞുങ്ങൾ കൗണ്ടുള്ള ഒരു ബേസിനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇവന്മാരാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും. എന്നോട് പലരും ചോദിച്ചാൽ എന്താണ് നമ്മുടെ ക്രേഫിഷിന് ഫീഡ് കൊടുക്കാമെന്ന്. നമ്മുടെ വെള്ളത്തിനടി പോകുന്ന എന്ത് ഫുഡ് വന്നാലും അവന്മാർ കഴിക്കും. ഞാൻ ആദ്യമേ കൊണ്ടുവന്ന ടൈമിൽ ഇവന്മാർക്ക് വെജിറ്റബിൾസ് ആണ് കൊടുത്തത്. നമ്മുടെ പച്ചക്കറി, നമ്മുടെ സാധാ വീട്ടിലുള്ള പച്ചക്കറി, നമ്മുടെ ക്യാരറ്റ്, അങ്ങനെ കിഴങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്നത് കുറച്ച് നമ്മൾ പറ്റുവാണെങ്കിൽ വേവിച്ച് കൊടുക്കുക, അല്ലാതെ ഇട്ട് കൊടുത്താൽ. പിന്നെ നമ്മുടെ കുക്കുംബറൊക്കെ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കൊണ്ടുവന്ന ടൈമിൽ നമ്മുടെ പേരൻസിന് അതായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ നമ്മുടെ ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് ഇത് ഈ ഒരു കാണുന്ന അക്വാ ക്യുക്ക് എന്ന് പറഞ്ഞൊരു ഈ ഒരു ഫുഡ്. ഈ ഫീഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോകും. ഈ വെള്ളത്തിനടിയിൽ പോകുന്ന ഫീഡ് മാത്രമേ നമ്മുടെ ക്രേഫിഷുകൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീറ്റ മാത്രം നിങ്ങൾ കൊടുക്കാൻ നോക്കുക. ഇവന്മാർക്ക് മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ വെള്ളത്തിനടിയിലെ ഹൈഡിങ് സ്പോട്ട്. അതിനായിട്ട് ഞാൻ 2-3 കട്ടുകൾ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ പൈപ്പുമായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇതുപോലെ പായൽ തന്നെ മതി. വേറെ മീനുകളായാലും അല്ലെങ്കിൽ വേറെ പക്ഷികൾ എന്ത് വെള്ളം ഒന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവന്മാരുടെ കളർ അമ്മാതിരിയാണ്. ഞാനിപ്പോൾ വെച്ചേക്കുന്ന ഒരു ഓപ്പൺ സ്പേസിലാണ്. ഇവിടെ വേണമെങ്കിൽ വേറെ കിളികൾക്കൊക്കെ വന്ന് പിടിക്കാം, പക്ഷേ ഞാൻ അടച്ച് വെക്കാറുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മൾ അതിനൊരു സ്പെഷ്യൽ കെയർ എന്ന രീതിയിൽ പായൽ നല്ലൊരു ഫില്ല് ചെയ്യുന്നുണ്ട്. മണ്ടയ്ക്ക് നമ്മൾ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. എങ്കിൽ കൂടി അവന്മാർക്ക് കയറി ഒളിക്കാനായിട്ട് നമ്മളൊരു സ്പേസ് കണ്ടെത്തി എന്തായാലും നമ്മുടെ ടാങ്ക് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് അടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഇതിനകത്തിൽ വാഴയില, നമ്മുടെ ഉണങ്ങിയ വാഴയില കഴുകി കൊണ്ടിട്ടിരുന്നു. അത് നമ്മൾ ഇപ്പോൾ അഴുകിയ ഒരു അവസ്ഥയാണെങ്കിലും ആ ഒരു ടൈമിൽ ഇവന്മാർക്ക് ഒളിക്കാനാണെങ്കിൽ ഇപ്പോൾ അവന്മാർക്കൊരു നാച്ചുറൽ ഫീൽ നമ്മുടെ ടാങ്കിനകത്ത് തന്നെ കിട്ടാനായിട്ട് ആ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് മാറ്റിയിട്ടെന്ന് പറഞ്ഞ ക്രേഫിഷിൻ്റെ ഒരുത്തനാണ് ദുവാ കിടക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിലും 2 പേരെ ഇട്ടിട്ടുണ്ട്. അതിൽ ഇത് ഒരുത്തം തോന്നിക്കുന്നു, ഒരുത്തനുണ്ടായിരുന്നു, അതേ നിൽക്കണം, ഇത് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിലും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ പോളാർ ബ്ലൂവും കിടപ്പുണ്ട്. അതിൻ്റെ കൂടെയാണ് ആൾ കിടക്കണത്. വലിയ സീനില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതാട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈഡിങ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അത് തനിയെ പോയി ഇരുന്നോളൂ. അത് തനിയെ പോയി എങ്ങനെയും ഇരുന്നോളൂ. അതിനനുസരിച്ച് മീനുകൾ അതിനകത്ത് കയറി ഇരിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു ജോയിൻ്റൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അത് അതുപോലെ കടന്നോളും. മീനുകൾക്കും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇതുപോലെയുള്ള കല്ലുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്ന രീതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ അങ്ങനെ ആരെങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് കാണാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങൾ. ഇവന്മാരെ നമ്മൾ എന്തായാലും നമ്മുടെ പുതിയ ടാങ്കിലേക്ക്, അതായത് വൃത്തിയാക്കി നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് പോവാണ്. അത്യാവശ്യം നല്ല രസമാണ്, നല്ല വെയിറ്റുമാണ്. എന്നാലും നമുക്ക് ഇറക്കി വിട്ട് നോക്കാം. എന്ത് സന്തോഷമായിട്ടാണ് അവന്മാർ ഇറങ്ങിപ്പോണേ. ഇത് കയറി വരാനായിട്ട് ഈ സന്തോഷം ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് ഇറങ്ങിപ്പോകുന്നത് നല്ല സന്തോഷത്തോടെയാണ്. എന്നാലും അള്ളിപ്പിടിച്ചത് 2 പേരോട് ഇരിപ്പുണ്ട്. പോയി. എല്ലാവരോടും നമ്മുടെ ടാങ്കിലോട്ട് ഇറങ്ങി ഇപ്പം ചെന്നിട്ടുണ്ട്. 146 എണ്ണമാണ് ഇപ്പോൾ ഇറങ്ങി നമ്മുടെ ടാങ്കിലോട്ട് ഇറങ്ങിയേക്കുന്നത്. വെള്ളം വലിയ ചൂട് വ്യത്യാസം, നമ്മുടെ ടെമ്പറേച്ചർ വലിയ വ്യത്യാസമില്ല. ഈ ഒരു വെള്ളം തന്നെയാണ് നേരത്തെ വരെ കിടന്നത്. അതുകൊണ്ട് വലിയ സീനെല്ലാം തോന്നുന്നു. അങ്ങനെന്തേ മീനുകളെല്ലാം നമ്മൾ ഹൈഡിങ് സ്പേസ് വെച്ചെടുത്ത് കയറുന്നുണ്ട്. അതുപോലെയൊക്കെ പോയും കയറിക്കോളും. നമുക്ക് കുറച്ചുകൂടെ പാൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ പാൽ തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാൽ നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ ഏകദേശം 300 രൂപയാണ് നമ്മുടെ ഒരു പെയർ വരുന്നത്. അപ്പോൾ നമ്മുടെ തുടക്കക്കാർക്കൊക്കെ വളർത്തി ബ്രീഡ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയൊരു കിടില ഐറ്റം തന്നെയാണ് ഇത്. നമുക്ക് സ്പെഷ്യലായിട്ട് കെയറും കാര്യങ്ങളും വേണ്ട. പക്ഷേ സാധാ മീൻ പോലെയല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇവന്മാർക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു ഹൈഡിങ് സ്പേസ് ഉള്ള ഒരു നാച്ചുറൽ സെറ്റപ്പ് ആയിരിക്കണം ഇവന്മാരുടെ ടാങ്ക്. എങ്കിലും അവന്മാർക്ക് ഒളിച്ചിരിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ തണുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവന്മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് അടിയിൽ പോകുന്ന ഫുഡ് മാത്രം കൊടുക്കുക. എന്ത് കൊടുത്താലും കഴിക്കും.
അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. നമ്മൾ വേറെ മീനെ കൊടുത്താൽ കഴിക്കും, വേറെ വെജിറ്റബിൾസ് കൊടുത്താൽ കഴിച്ചോളൂ, അല്ലെങ്കിൽ പെല്ലറ്റ്സ് നിങ്ങൾക്ക് വെൽവെൽട്ടുള്ളത് കൊടുക്കാം. നല്ല ആക്ടിവിറ്റി ആട്ടെ ഇവന്മാരെ നമ്മുടെ ഒരു ടാങ്കിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലവന്മാർ ഇവിടെയൊക്കെ തന്നെ ഇരിക്കുകയാണ്, പക്ഷേ ചിലവന്മാർ ഇതേ അവിടെ നമ്മൾ ഇട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇരിക്കുകയാണ്. നല്ല രസമാണ് ഇവന്മാരുടെ ആക്ടിവിറ്റി കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം.